ഇറാന്റെ പോരാട്ട വീര്യത്തിൽ ഞെട്ടിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ തോറ്റു തരണമായിരുന്നു എന്നും വിശ്വസിക്കുമോ നിങ്ങൾ? ഇറാൻ തോറ്റു തരണം, ഈൽഡ് ചെയ്യണമായിരുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ്. നമുക്ക് അതിന്റെ വീഡിയോ കാണാം. കണ്ടാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. ഇറാനെതിരെയുള്ള യുദ്ധം തെറ്റാണെന്നും ആയിരക്കണക്കിന് പാവങ്ങളെ കൊല്ലുന്നത് തെറ്റാണെന്നും ദൈവത്തിന്റെ പേരിൽ ഈ യുദ്ധം വേണ്ട എന്നും മാർപ്പാപ്പ. അങ്ങനെയാണ് എല്ലാ നല്ല ആത്മീയ നേതാക്കളും, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ബുദ്ധ ആരാണെങ്കിലും ദൈവത്തിന്റെയും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ആരെയും കൊല്ലാൻ പറയില്ല. അമേരിക്കയിലെ ചില അവിടുത്തെ തീവ്ര ക്രിസംഗികൾ ദൈവത്തിനെയും യേശുക്രിസ്തുവിനെയൊക്കെ, സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രവാചകനായ യേശുക്രിസ്തുവിനെയൊക്കെ ഇൻവോക്ക് ചെയ്തുകൊണ്ട് ഈ യുദ്ധത്തിന് ഇറങ്ങുന്നുണ്ട്. മാർപ്പാപ്പ അതുകൂടെ തടയാൻ വേണ്ടി ദൈവത്തിന്റെ പേരിൽ ഈ യുദ്ധം വേണ്ട എന്ന് വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണ്. ഓർക്കുക, ക്രിസ്തുവിന്റെ നാമം ദുരുപയോഗം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിന്റെ പേര് ദുരുപയോഗം ചെയ്താണ് അവിടുത്തെ ക്രിസംഗികൾ അല്ലെങ്കിൽ അവിടുത്തെ ഈ തീവ്ര എക്സ്ട്രീമിസ്റ്റുകൾ ചെയ്യുന്നത്. അവർക്ക് ക്രിസ്തുവിനോടോ ക്രിസ്ത്യാനിറ്റിയോടോ ഒന്നും ഒരു ഇഷ്ടവുമില്ല. പകരം കറകളഞ്ഞ മുസ്ലിം വിരോധമാണ് അവരെ നയിക്കുന്നത്. പക്ഷേ നിങ്ങൾ കേൾക്കേണ്ട ആദ്യത്തെ കാര്യം ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് ഇറാൻ തോറ്റു തരണമായിരുന്നു എന്ന്, ഇറാൻ ഈൽഡ് ചെയ്യണമായിരുന്നു. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം, ഓരോ വരിയും കേൾക്കാം. ഇയാൾക്ക് വയ്യേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാൾക്ക് വയ്യേ. ഇറാൻ തോറ്റു തരണമായിരുന്നു എന്ന് പറയുന്നത്, ഈൽഡ് ചെയ്യണമായിരുന്നു എന്ന് പറയുന്നത് എന്ത് പറയാനാണത്? ഉളുപ്പില്ലായ്മ എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് പണ്ടൊക്കെ എന്ത് ബഹുമാനത്തോടെ, അതായത് ആശയപരമായ വ്യത്യാസമുണ്ട്, എതിർപ്പുകൾ എന്നും അമേരിക്കയോടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു പ്രസിഡന്റ് വന്നല്ലോ എന്നുള്ളതാണ്. നമുക്ക് കേൾക്കാം. അതായത് യഥാർത്ഥത്തിൽ അമേരിക്കയും ഡൊണാൾഡ് ട്രംപും, അമേരിക്ക എന്ന് പറഞ്ഞുകൂടാ, ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഇറാനിൽ നിന്ന് ലഭിച്ചത്. അപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ കുറച്ച് ട്രംപ് ആരാധകരുണ്ട്, അവരും കൂടെ കേൾക്കാൻ വേണ്ടിയാണ്. അവർ ഇങ്ങനെ ആയിരുന്നില്ല ബിഹേവ് ചെയ്യേണ്ടത്. ബാക്കി രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഓർക്കുക, ബാക്കി രാജ്യങ്ങളെയല്ല, ആ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകളാണ് ആക്രമിച്ചത്. അല്ലാതെ ഇറാനിലെ 165 കൊച്ചു പെൺപിള്ളാരെ കൊന്നതുപോലെ, പെൺകുട്ടികളെ കൊന്നതുപോലെ അല്ല ഇറാൻ തിരിച്ചടിച്ചത്. ഇറാൻ തിരിച്ചടിച്ചത് അമേരിക്കയുടെ ബേസുകളിലാണ് പ്രധാനമായിട്ടും. അല്ലാതെ 1-2 സംഭവങ്ങൾ ഉണ്ടായി, അത് സത്യമാണ്. പക്ഷേ പ്രധാനമായിട്ടും അമേരിക്കൻ ബേസുകളിലാണ് ആക്രമണം. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഒരു രാജ്യത്തെ അല്ല ആക്രമിക്കുന്നത്, ആ രാജ്യത്തിന്റെ അമേരിക്ക സായുധ ബേസുകളെയാണ് ആക്രമിച്ചത്. Qatar, Saudi Arabia, UAE, Bahrain, Kuwait. Nobody expected that. ഞങ്ങൾ ആരും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇറാൻ എന്ത് ചെയ്യണം? ട്രംപ് ബോംബുകൾ വർഷിക്കുമ്പോൾ മര്യാദയോടെ ഇരുന്ന് ഞങ്ങളെ കൊന്നോളൂ എന്ന് പറയണോ? ഞങ്ങൾ ഞെട്ടി, ഞങ്ങൾ ആ വിഷയത്തിൽ ഞെട്ടി. കാര്യം അത്ര പോലും പ്രിപ്പയർഡ് അല്ലാതെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായ അമേരിക്കയെ യുദ്ധത്തിലേക്ക് യുദ്ധക്കൊതിയൻ കൂടിയായി മാറിയിരിക്കുന്ന ട്രംപ്. ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ട്രംപ് സമാധാനത്തിന്റെ പേരിലാണ് ക്യാമ്പയിൻ ചെയ്തത്. ആരെയും ആക്രമിക്കില്ല, വാർസ് നിർത്തുമെന്ന പേരിലാണ് ട്രംപ് അവിടെ പ്രസിഡന്റ് ആയത്. കാര്യം അമേരിക്കയിലെ വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും അമേരിക്കയുടെ ഈ ഒരു ഉപയോഗമില്ലാത്ത യുദ്ധങ്ങളിൽ മടുത്തിരിക്കുകയാണ്. ആ മടുപ്പ് മുതലാക്കിയാണ് ട്രംപ് യഥാർത്ഥത്തിൽ വന്നത്. ട്രംപ് യഥാർത്ഥത്തിൽ ഇറാഖി വാറിന് ആദ്യം എതിരായിരുന്നു. ഐസിസിന്റെ വളർച്ചയ്ക്ക് പോലും അമേരിക്കയുടെ തെറ്റായ ഇടപെടലാണ് കാരണമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പിന്നീട് അതിനേക്കാൾ വലിയ തെറ്റായ ഇറാൻ യുദ്ധത്തിലേക്ക് ഇപ്പൊ എത്തിച്ചത്. അതൊന്ന് കേൾക്കണേ, നോക്കിയോണേ. അവർ തിരിച്ചു പോരാടി. പിന്നെ എന്ത് ചെയ്യണം? അയ്യോ, അമേരിക്ക നിങ്ങളെ കൊന്നോട്ടെ എന്ന് വിചാരിക്കണോ? I can tell you that when this is over, oil prices are going to go down very, very rapidly. So is inflation, so is everything else. അമേരിക്കയിലും ഓയില്, ഇൻഫ്ലേഷൻ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ആൾക്കാരുടെ ജീവിതത്തിലെ പ്രശ്നം. നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ ഉയരുക, അല്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങളുടെ വില ഉയരുക, ഓയിൽ പ്രൈസ് ഉയരുക, ആൾക്കാരുടെ ജീവിതം ഇല്ലാതാകുക. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഒരു ദിവസം 10,000 കോടി രൂപയാണ് അമേരിക്കയ്ക്ക് നഷ്ടമാകുന്ന യുദ്ധത്തിന്. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? യൂസ്ലെസ് വർക്ക്. Frankly, much more important than short-term, even long-term oil prices. You can't let the most violent, vicious country in the last 50 years have a nuclear weapon. ഇറാൻ ന്യൂക്ലിയർ വെപ്പന്റെ 100 അയലത്ത് പോലും എത്തിയിട്ടില്ല. തുളസി ഗബാർഡ് അമേരിക്കയിലെ ഇന്ത്യൻ റൂട്ട്സ് കൂടുള്ള ഒരാളാണ്, ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് അടക്കം. അവരെയൊക്കെ അമേരിക്കൻ സെനറ്റിൽ എടുത്ത് കുടയുന്ന വീഡിയോകൾ വൈറലാണ്. ഇതാണ് കള്ളം. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറാഖിനെ ആക്രമിച്ചത്. ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആക്രമിച്ചത്. ഇറാഖിൽ പറഞ്ഞത് കള്ളമാണ്, ഇറാനിൽ പറഞ്ഞത് കള്ളമാണ്. കള്ളങ്ങളുടെ മേൽ സാമ്രാജ്യത്വ യുദ്ധമാണ് നടക്കുന്നത് എന്ന തിരിച്ചറിവ് വേണം. Because
the Middle East will be gone. Israel will go first, without question. And they'll certainly take a shot at us. ഇറാനിൽ അങ്ങനത്തെ വെപ്പൺസ് ഇല്ല. മാത്രമല്ല ട്രംപിനെ തെള്ളിപ്പറഞ്ഞ് രാജിവെച്ച ജോ കെന്റ് എടുത്തു പറയുന്നുണ്ട് 2004 അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അടുത്തത്. 2004 അയത്തുള്ള ഖൊമേനി ഇറാനിൽ ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകുന്നതിനെതിരെ. ഇത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞ് ഇറാനിൽ ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കള്ളമാണ് ഇവർ പറയുന്നത് മുഴുവൻ. Get our act together and say we got to take them out. You can't let Iran, who's truly a nation of great terror and power. Look what happened in the last 2 weeks. They weren't supposed to go after all these other countries in the Middle East. Those missiles were set to go after them. So they hit Qatar, Saudi Arabia, UAE, American bases, Bahrain, Kuwait. Nobody expected that. We were shocked. And the other one, they fought back. They could have yielded, but they could have yielded. അവർക്ക് തോറ്റു തരാമായിരുന്നു എന്ന് എനിക്ക് വയ്യ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. They fought back. They could have yielded. അവർക്ക് തോറ്റു തരാമായിരുന്നു എന്ന്. ഈ മനുഷ്യന് വയ്യ, എനിക്ക് മനസ്സിലാവണില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് ഇത് സംസാരിക്കുന്നതെന്ന്. Those missiles were set to go after them. So they hit Qatar, Saudi Arabia, UAE, Bahrain, Kuwait. Nobody expected that. We were shocked. And the other one, they fought back. They could have yielded. But think of it, if we weren't around, they had tremendous power. They had thousands of missiles, most of which we've... They could have yielded. അവർക്ക് തോറ്റു തരാമായിരുന്നു എന്ന് പറയാൻ ഒന്നെങ്കിൽ എനിക്ക് ഒരു സ്കൂൾ കുട്ടിയോ കോളേജ് പയ്യനോ ഇങ്ങനെ പറയൂ ഇറാൻ തോറ്റു തരണമായിരുന്നു എന്ന്. ദൈവം അമേരിക്കയും ലോകത്തെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ദൈവം രക്ഷിക്കട്ടെ, അല്ലാതെ അങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇറാന്റെ തിരിച്ചടിയിൽ ഞെട്ടി അവർ തോറ്റു തരണമായിരുന്നു എന്ന് പറയണമെന്ന് ഗോഡ് സേവ് US ആൻഡ് ഗോഡ് സേവ് ദ വേൾഡ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ യുദ്ധക്കൊതി ഇല്ലാതാകട്ടെ. ഇസ്രായേലും അമേരിക്കയും ഇറാനും എല്ലാവർക്കും സമാധാനം ആവശ്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ ഡയലോഗിലൂടെ ഡിപ്ലോമസിയിലൂടെ സംസാരിച്ച് തീർത്തില്ലെങ്കിൽ ലോകം കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് പോകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. യഥാർത്ഥത്തിൽ സ്ഥിരബുദ്ധിയുള്ള നേതാക്കൾ നമുക്കുണ്ടാകണമെന്ന് പ്രാർത്ഥന മാത്രമാണ്. തലയ്ക്കുള്ളിൽ സ്ഥിരബുദ്ധിയുള്ള കുറച്ച് കോമൺ സെൻസ് ഉള്ള നേതാക്കളെ ഈ ലോകത്തിനുണ്ടാകട്ടെ. അല്ലാതെ എന്ത് പറയാനാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇറാൻ തോറ്റു തരണമായിരുന്നു, ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക എന്ന വലിയ രാജ്യത്തിൻ്റെ ഒരു പ്രസിഡന്റ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം ലോകത്തെ രക്ഷിക്കട്ടെ.